ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ നാട്ടിൽ നല്ല കാറ്റും മഴ കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഇലക്ഷനെ കഴിഞ്ഞ റിസൾട്ടൊക്കെ വന്ന് എല്ലാവരുടെ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് ഇലക്ഷന് പോകാം, കുറച്ചുകൊണ്ട് പോകാം. നമുക്ക് 6 മണിക്കാണ് പരിപാടി കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അടുപ്പ് പോകുകയാണെങ്കിൽ കുറച്ച് വറകുണ്ടാക്കണം. അപ്പം ഈ നാട്ടുമ്പുറമായിട്ട് ഏകദേശം ആൾക്കാരൊക്കെ ഈ സമയമ്പോൾ ഏതെങ്കിലും നല്ല കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റബ്ബർ തോട്ടത്തേക്ക് കറങ്ങും. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് ഇത് അഞ്ചൊക്കെ ഇതാ അഞ്ചൊക്കെ നല്ലോണം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ട്. അഞ്ചോ വറക് കിട്ടിയടി. അവള് വറക് ഇഷ്ടം പോലെ കേട്ടോ. ഇതാ അവിടെ ആ തോട്ടത്തിലൊക്കെ ആൾക്കാരുണ്ട്. ഇവിടെ നാട്ടുപ്രദേശമായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ വറക് കുറക്കാൻ കൂട്ടായിട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തോട്ടത്തിൽ തന്നെ നമ്മൾ പൊറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാനും കുറച്ച് പൊറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് കൊണ്ടുവയ്ക്കാം. കെട്ടിക്കോ, ഞാൻ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ വറക് കെട്ടാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. പാള ഇങ്ങനെ ചീന്തിയിട്ട് പച്ചപ്പാള ചീന്തി കഴിഞ്ഞിട്ട് പട്ട. അപ്പോൾ അത് ഞങ്ങൾ പൊറുക്കാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് പൊറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ 5 കുറേ പൊറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലുത് മാത്രമേ പൊറുക്കുള്ളൂ. 5 ചുള്ളികൾ പൊറുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും പൊറുക്കട്ടെ. ഏട്ടന് കുറച്ചൊക്കെ വലിയ വലിയ വർഗ്ഗങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകല്ലേ? ആ ഓക്കെ. അപ്പോഴേക്കും അതൊക്കെ ഇട്ടിട്ട് കേട്ടോ. ആ അപ്പോൾ ഗൈസ്, ഞാൻ എനിക്ക് കിട്ടിയ വർഗ്ഗങ്ങളൊക്കെ ഒന്ന് വേഗം കെട്ടിയേക്കട്ടെ കേട്ടോ. കുറേ ഉണ്ട് അവിടെ ഇവിടെ കണ്ട് കൂട്ടി വെച്ചിട്ട് അതൊക്കെ എടുത്തിട്ട് വേണം കെട്ടാൻ. നമ്മളിന്ന് തെരിക ഉണ്ടാക്കുകയാണ്. തെരിക ഉണ്ടാക്കുമ്പോൾ നല്ല പുളിയറുമ്പുണ്ട്. പുളിയറുമ്പ് ഇഷ്ടം പോലെ കാറ്റടിച്ചിട്ടേ പാമ്പടിച്ചത് ഈ നടത്തല്ലോ. തെരിക ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ താൽക്കാലിക തിരിക ചില ആൾക്കാർക്ക് തലയിൽ ഏറ്റി കൊണ്ടുപോകുമ്പോൾ അറിയാത്തവർക്ക് പറഞ്ഞുതരട്ടെ എന്താണ് ഇത് സംഭവം. ഓക്കെ, തൽക്കാലത്തിന് ഇത് എടുക്കട്ടോ. ഇതൊക്കെ എൻ്റെ തലയിൽ വെച്ച് ഏറ്റവും ആലോചിക്കുമ്പോഴാണ് സങ്കടം. ഇങ്ങനെ മട്ടക്കുക. നമ്മളവിടെ നേരത്തെ കയറി വെച്ചിട്ടില്ല, അതുകൊണ്ട് കട്ടണം കേട്ടോ. ഇത് രണ്ട് ഇറക്കും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കയറി വെച്ചിട്ട് കിട്ടും. ചെറിയ കണ്ട് കിട്ടല്ലേ കിട്ടുള്ളൂ. 5 ഒരു വിദഗ്ധ കേട്ടോ. വിദഗ്ധ അമ്മ കാട്ടണ കണ്ടിട്ട്. അതെ, അമ്മ കാട്ടണ കണ്ടിട്ട് നമ്മൾ ഓരോന്നും കാട്ടിക്കൂട്ടിയിട്ട് എന്താവുന്നൊന്നും അറിയില്ല. ഇങ്ങനെ തന്നെ പഠിക്കുക. ഇത് കണ്ടിട്ടാണ് ആനിമോളും ദേവട്ടനും പഠിക്കുക. അന്നത്തെ കാലത്തേക്കൊക്കെ പിന്നെന്താ, ഭക്ഷണം എടുത്തോളം ഞാൻ വറങ്ങി ഗ്യാസ് വേണം നാട്ടുമ്പുറത്തിട്ടോ. അപ്പോഴാണ് കഴിഞ്ഞിട്ട് കണ്ടത്. നല്ല കാടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ടാപ്പിങ് തുടങ്ങുമ്പോൾ കാട് വിട്ടുള്ളൂ. റബ്ബർ വെട്ടം തുടങ്ങുമ്പോൾ കാടുകൾ വിട്ടുള്ളൂ. ഈ കുഞ്ഞു ചെടികളൊക്കെ കരിഞ്ഞിട്ടുണ്ട്. ഏകദേശം തിരികായിട്ടുണ്ട്. ഓക്കെ മാഡം. ഇനി എനിക്ക് കൊണ്ടോള വർഗ്ഗം ഇതാട്ടോ അവർ കെട്ടിച്ചത്. ഇതിപ്പോൾ കെട്ടി റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തലയ്ക്ക് വെച്ച് തരുമ്പോൾ അപ്പോൾ ഞാനിത് കൊണ്ടയിൽ ഓട് ചെയ്യണം. 1 കെട്ട്, 2 കെട്ട്, 3 കെട്ട്, 4 കെട്ട്. വെയിറ്റ് കുറയാണോ? വെയിറ്റ് കുറയും അല്ലേ? ഓക്കെ മാഡം. എല്ലാം അമ്മ പറഞ്ഞതാണ്. അമ്മ പറഞ്ഞ അറിവുകളുള്ളൂ. വിറകൊക്കെ ഇതാ കെട്ടിയിട്ടുണ്ടേ. ഏട്ടാ എങ്ങനെയുണ്ട്? അയ്യോ പാവൻ്റെ കേട്ടോ. കുടുങ്ങിയോ? എന്നാൽ കൊണ്ടിട്ട് അപ്പേക്കും ബാക്കിയുള്ള റെഡിയാക്കട്ടോ. ചാടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ കെട്ടി കെട്ടിയത്. മറ്റേ കൂടി എടുത്തേക്കട്ടെ. അപ്പോൾ ഞാൻ മറ്റേ വിറകും കൂടി എടുത്തേക്കട്ടെ കേട്ടോ. അയ്യോ പാവൻ്റെ കേട്ടോ. പോണാണുമ്പോൾ തന്നെ പാവം തോന്നുന്നുണ്ട് കേട്ടോ. അത് സഹായിക്കട്ടല്ലോ, അതിന് ഭാഗ്യം. ഞാൻ വേഗം എടുത്തേക്കട്ടെ. വറക് കെട്ടി കഴിഞ്ഞു കേട്ടോ. ഈ കുറേ ഒരു ലാസ്റ്റ് കെട്ടുള്ളൂ. 5 കെട്ടുന്നത് നിങ്ങളല്ലേ? ഞങ്ങളങ്ങനെ പറയില്ല. ഞങ്ങൾ കളിക്കുന്നത് പോരാൻ കുറച്ച് റിസ്ക്കാണ്. കളിക്കുന്നത് പോകുന്ന കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആത്മാർത്ഥത പണിയെടുക്കും. നമുക്ക് കൊതുകടി കാര്യങ്ങളൊന്നും ഞങ്ങൾ മരങ്ങൾ കയറി വെട്ടി കൊടുക്കും. ഇതാ മുത്തശ്ശിമാർ വരെ വറക് കുറക്കാൻ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഗ്യാസിനൊക്കെ വില കൂടിയുണ്ട്. എല്ലാവരും പണിയെടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അവസാനത്തെ കെട്ട് വിറകും കൊണ്ട് പോവുകയാണ് കേട്ടോ. കഴിഞ്ഞു. 2-3 കെട്ട് വിറക് കെട്ടിയേ ഒരാഴ്ചത്തേക്ക് സുഖമായിട്ട് കത്തിക്കാനുള്ളതായിട്ടോ. ഓ എമ്പാടുണ്ട്. അപ്പൊ ഞങ്ങൾ തുണി കൊണ്ടിട്ടോ. 45 ദിവസം. ആ ഓക്കെ. ഇനിയിപ്പോൾ ഇന്നത്തേക്ക് ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഇനി നാളെ ഒന്നും കൂടി ഒന്ന് റൗണ്ട് അടിക്കാം. കുറച്ചും കൂടി നമുക്ക് ഒരു കൈപ്പിടിക്കുള്ളതൊക്കെ കിട്ടും കേട്ടോ. നാളെ അത്യാവശ്യം ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആകെ ഒന്ന് വാരി എടുത്തിട്ടേ ഉള്ളൂ. അത്യാവശ്യം നല്ല വിറക് കിട്ടിയിട്ടുണ്ട്. ഹാവൂ കഴിഞ്ഞോ? ഞാൻ ചായ ഉണ്ടാക്കി തരാം കേട്ടോ. മഴ പെയ്തതുകൊണ്ട് ചായ ഉണ്ടാക്കി തരാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ വിറക് കണ്ടോളൂ. അത് നാളെ പോയേക്കാം. അതാണ് ഞങ്ങൾക്ക് ഈ ചെറിയ കാറ്റും മഴയ്ക്കും കിട്ടിയ വിറകാണ് കേട്ടോ. ഒറ്റ വിറക്. എൻ്റെ വിറകെട്ടിയാണ് ഈ കിടക്കണത്. അതിലിപ്പോൾ പഴയ സാധനങ്ങൾ കൊണ്ടുപോയിട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാറ്റും മഴയിലും അത്യാവശ്യം കുറച്ച് വിറക് കിട്ടി.
അപ്പോൾ നമ്മൾ വർക്കൊക്കെ പൊറുക്കി വന്നു. നമുക്ക് കിട്ടിയ വർക്ക് കണ്ടില്ലേ, ഇത്രയും വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരാഴ്ചത്തേക്കുള്ള കുറിച്ചാണ്. ചെറിയ കാറ്റല്ല, നല്ല അത്യാവശ്യം നല്ല കാറ്റാണ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നമുക്ക് ഇത്രയും വർഗ് കിട്ടി. വർഗ് കിട്ടിയിട്ട് നേരത്തെ കാണിച്ചു തന്നല്ലേ വർഗ് കിട്ടി. അപ്പോൾ നമുക്ക് ഇത്രയും വർഗ് കിട്ടിയാൽ ഭയങ്കര ഒരു ആശ്വാസമാണ്. സന്തോഷമായി കേട്ടോ. അപ്പോൾ അന്നത്തേക്ക് ഇവിടെ എത്രയുള്ളൂ. ബൈ. ബൈ.